തിരക്കേറിയ നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്കൊക്കെ പിടിപെടാൻ സാധ്യതയുള്ള രോഗങ്ങളും അവയ്ക്കുള്ള പ്രതിവിധികളും ലേഡീസ് അവറിൻ്റെ പ്രേക്ഷകർക്കായി പറഞ്ഞു തരുന്നു. ഇനി ഡോക്ടേഴ്സ് വ്യൂ. ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ സമയത്ത് അമ്മമാർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. പാല് കൊടുക്കുന്ന അമ്മമാർക്ക് പല പല സംശയങ്ങളാണ്. എത്ര നേരം പാല് കൊടുക്കണം, ഏതൊക്കെ സമയത്താണ് കൊടുക്കേണ്ടത്, കുഞ്ഞിന് ആവശ്യത്തിന് പാല് കിട്ടുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയും, ഇവയെല്ലാം എങ്ങനെയാണെന്ന് നോക്കാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രഗ്നൻസി ടൈമിൽ തന്നെ നമ്മൾക്ക് പാല് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം ചെയ്തു തുടങ്ങണം. കാര്യം ഏറ്റവും കൂടുതൽ അമ്മമാരിൽ കാണുന്ന ഒരു പ്രശ്നമാണ് ഇൻവേർട്ടഡ് നിപ്പിൾ എന്ന് പറയുന്നത്, അതായത് മുലക്കണ്ണ് അകത്തോട്ട് വലിഞ്ഞിരിക്കുന്ന അവസ്ഥ. ഇങ്ങനെയുള്ള അമ്മമാർക്കാണെങ്കിൽ കുഞ്ഞിന് പാല് കൊടുക്കാൻ വളരെ പ്രയാസമായിരിക്കും. കുഞ്ഞിന് നന്നായിട്ട് പാല് കുടിക്കാൻ പറ്റുന്നില്ല, അതുപോലെ നിപ്പിൾ വിണ്ട് കീറുവാനും ഉള്ള സാധ്യത ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന അവസരത്തിൽ തന്നെ എല്ലാ അമ്മമാരും നല്ല എണ്ണയോ മറ്റെന്തെങ്കിലും ക്രീമോ ഒക്കെ തേച്ചിട്ട് പുറത്തേക്ക് മസാജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തീരെ ഉള്ളിലേക്ക് വലിഞ്ഞിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു സിറിഞ്ച് എടുത്തിട്ട് അതിൻ്റെ ഫ്രണ്ട് വശം കട്ട് ചെയ്യുക. അതിനുശേഷം അത് നിപ്പിൾ ഉള്ളിലേക്ക് കയറ്റിയിട്ട് പുറത്തോട്ട് സിറിഞ്ച് വെച്ച് വലിച്ചെടുക്കുക. ഇങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ എണ്ണ തേച്ച് മസാജ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രഗ്നൻസിക്ക് ശേഷം പാല് കൊടുക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും വരുന്നതല്ല. ഇപ്പം പ്രസവത്തിന് ശേഷം ആദ്യമായിട്ട് ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇപ്പോൾ കുട്ടിക്ക് പാല് കൊടുത്ത് തുടങ്ങുന്നതാണ്. അത് സിസേറിയൻ ആയാലും നോർമൽ ഡെലിവറി ആയാലും ഏതിലായാലും ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ കുട്ടിക്ക് ആദ്യമായിട്ട് പാല് കൊടുത്തു തുടങ്ങുന്നു. ആദ്യത്തെ 3 ദിവസം കുഞ്ഞിന് പാല് കൊടുക്കാനായിട്ട് അമ്മയ്ക്ക് നന്നായിട്ട് പാല് കാണുകയില്ല. ആദ്യം ഒരു തിക്കായിട്ടുള്ള ഒരു 1-2 ഡ്രോപ്പ് മാത്രം വരുന്ന പാലായിരിക്കും ഉണ്ടാകുന്നത്. ഇതിനെ കൊളസ്ട്രം എന്നാണ് പറയുന്നത്. ഈ പാലാണ് കുഞ്ഞിന് വേണ്ടുന്ന രോഗപ്രതിരോധ ശേഷി കൊടുക്കുന്നത്. കുട്ടിക്ക് ആസ്മ വരുന്നതോ അല്ലെങ്കിൽ വയറിളക്കത്തിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റ് രോഗങ്ങളോ ഒക്കെ വരുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആൻറ്റിബോഡിയും ഉള്ളൊരു പാലാണ് ആദ്യം വരുന്ന ഈ മഞ്ഞ പാലെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാല് കുഞ്ഞിന് നന്നായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചില കുട്ടികൾ ആദ്യത്തെ ദിവസമൊന്നും ചിലപ്പോൾ നന്നായിട്ട് സക്ക് ചെയ്തു എന്ന് വരില്ല, നന്നായിട്ട് പാല് കുടിച്ചു എന്ന് വരില്ല. അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്തായാലും ഒരു പിഴിഞ്ഞെങ്കിലും ആ പാല് കൊടുക്കാനായിട്ട് മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. കാര്യം അമ്മമാരെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ആദ്യത്തെ 3 ദിവസം നന്നായിട്ട് പാലില്ലെങ്കിലും ഈ പാല് കുടിച്ചാൽ തന്നെ ചിലപ്പോൾ കുഞ്ഞിൻ്റെ വിശപ്പൊക്കെ നന്നായിട്ട് മാറുന്നതായിരിക്കും. കുഞ്ഞിന് എപ്പോഴും പാല് കൊടുത്തോണ്ടേ ഇരിക്കുക. എങ്കിൽ മാത്രമേ പെട്ടെന്ന് തന്നെ ആ ഒരു ബ്രസ്റ്റ് മിൽക്കിൻ്റെ സപ്ലൈ ഉണ്ടാവുകയുള്ളൂ. ഒരു 3 ദിവസത്തോടു കൂടി തന്നെ മിൽക്കിൻ്റെ സപ്ലൈ ഒക്കെ നന്നായിട്ട് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ തന്നെ കുഞ്ഞിന് നന്നായിട്ട് പാല് കൊടുത്തു തുടങ്ങുക. അപ്പോൾ എല്ലാ അമ്മമാർക്കും ഉള്ള സംശയമാണ് എത്ര നേരം കുഞ്ഞിന് പാല് കൊടുക്കണം, എത്ര സമയം നീണ്ടു നിൽക്കുന്ന രീതിയിൽ പാല് കൊടുക്കണം എന്നുള്ളത്. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണയായിട്ട് ഒരു ടൈം കണക്കൊന്നുമില്ല. കുഞ്ഞ് എപ്പോൾ ആവശ്യപ്പെടുന്നു അപ്പോൾ പാല് കൊടുക്കുക എന്നുള്ളതാണ്. എപ്പോൾ പാലിന് വേണ്ടി കരയുന്നു അപ്പോൾ പാല് കൊടുക്കുക. പാല് കുടിക്കാൻ വേണ്ടി മാത്രമല്ല സാധാരണ കുഞ്ഞ് കരയുന്നത്. ഇപ്പോൾ കുഞ്ഞിന് ഉറുമ്പ് കടിച്ചാലോ വയറുവേദന വന്നാലോ മൂത്രം ഒഴിച്ചാലോ ഒക്കെ തന്നെ കുഞ്ഞ് ചിലപ്പോൾ കരഞ്ഞു എന്ന് വരാം. എന്നാലും സാധാരണയായിട്ട് വിശക്കുന്ന അവസരത്തിൽ കുഞ്ഞ് കരയുമ്പോഴൊക്കെ തന്നെ പാല് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാലും ആദ്യത്തെ കാലത്ത് ഒക്കെ ഒരു ആദ്യത്തെ 6 മാസമൊക്കെ തന്നെ ആയാലും ഒരു 2 മണിക്കൂർ ഇടവിട്ടെങ്കിലും കുഞ്ഞിന് പാല് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എത്ര നേരം കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഓരോ ബ്രസ്റ്റിൽ നിന്നും പാല് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആദ്യം ഒരു 5 മിനിറ്റ് വല്ലതും ഒരു ബ്രസ്റ്റിൽ നിന്ന് പാല് കൊടുത്തിട്ട് പിന്നെ മറ്റേ ബ്രസ്റ്റിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ വയറ് നിറഞ്ഞു എന്ന് വരില്ല. കാരണം എന്ന് പറയുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന മിൽക്കിന് 4 മിൽക്ക് എന്നാണ് പറയുന്നത്. ആ മിൽക്കിലെന്ന് പറഞ്ഞാൽ കൂടുതൽ വാട്ടർ കണ്ടൻ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. നന്നായിട്ട് അന്നജത്തിൻ്റെ അംശമോ അല്ലെങ്കിൽ ഫാറ്റിൻ്റെ അംശമൊക്കെ കുറവുള്ള പാലാണ് ആദ്യം ഉണ്ടാകുന്നത്. അപ്പോൾ അത് കുടിച്ചതിന് ശേഷം ഇപ്പോൾ അടുത്ത ബ്രസ്റ്റിലേക്ക് മാറ്റിയിട്ട് അതിൽ നിന്ന് പാല് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ വയറ് നിറഞ്ഞു ഒരു ഫീലിംഗ് വന്നു എന്ന് വരില്ല. കാര്യം ആ ഫാറ്റ് കണ്ടൻറ്റ് അടങ്ങിയ പാല് കുടിച്ചാൽ മാത്രമേ കുഞ്ഞിന് വയറ് നിറഞ്ഞ ഫീലിങ്ങും അതുപോലെ നന്നായിട്ട് കുഞ്ഞ് കിടന്ന് ഉറങ്ങുകയും ചെയ്യുന്നുള്ളൂ. അതിനാൽ ഓരോ ബ്രസ്റ്റിൽ നിന്നും 15 മുതൽ 20 മിനിറ്റ് വരെ പാല് കൊടുക്കുക. അതിനുശേഷം അടുത്തയിലേക്ക് മാറ്റിയിട്ട് കൊടുക്കുക. അങ്ങനെ ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിറ്റിങ്ങിൽ ഒരു 30 മുതൽ ഒരു 40 മിനിറ്റ് വരെ കുഞ്ഞിന് പാല് കൊടുക്കാനായിട്ട് എടുക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും സമയം അമ്മമാർ ഇരിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ കഴിവതും കുഞ്ഞിന് ഇരുന്നുകൊണ്ട് തന്നെ പാല് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാര്യം കിടന്നുകൊണ്ട് പാല് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ചെവിയിൽ ഇൻഫെക്ഷൻ വരുവാനോ അല്ലെങ്കിൽ ശ്വാസം മുട്ടിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ പാല് മണ്ടേ കയറിയിട്ടുള്ള പ്രശ്നമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ കഴിവതും ഇരുന്നുകൊണ്ട് തന്നെ പാല് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇരുന്നിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റും ഒക്കെ അടുപ്പിച്ചിരിക്കേണ്ടതാണ് അമ്മമാർ. അതുകൊണ്ട് തന്നെ അവർ ഒരു പ്രോപ്പറായിട്ടുള്ള പൊസിഷനിൽ തന്നെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നല്ലൊരു കസേരയിൽ നന്നായിട്ട് നിവർന്നിരിക്കുക. എന്നിട്ട് കുഞ്ഞിനെ
കുറച്ച് മുകളിലേക്ക് പൊക്കുക. അല്ലാതെ കുഞ്ഞിനെ മടിയിൽ വെച്ചിട്ട് അമ്മമാർ കുനിഞ്ഞിരുന്ന് പാല് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നടുവേദന വരാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്, ഇപ്പോൾ ഹൈറ്റൊക്കെ കുറഞ്ഞ അമ്മമാരൊക്കെ ആണെങ്കിൽ കസേരയിൽ ഇരുന്നതിന് ശേഷം ഒരു ചെറിയ സ്റ്റൂള് ഫ്രണ്ടിലിട്ടിട്ട് അതിലേക്ക് കാല് പൊക്കി വെക്കുക. അപ്പോൾ കുഞ്ഞിനെ മുകളിലേക്ക് പൊക്കാനായിട്ട് അവർക്ക് ഹൈറ്റിൻ്റെ വ്യത്യാസമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു തലങ്ങാണ് കുഞ്ഞിൻ്റെ അടിയിൽ വെക്കുക. എന്നിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുഞ്ഞിന് മുകളിലോട്ട് കൊണ്ടുവന്ന് പാല് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ ഒരിക്കലും കുനിഞ്ഞിരുന്ന് കൊടുക്കാൻ പാടില്ല. പാല് കൊടുക്കുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ കഴുത്തിലും നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് വേണം പിടിക്കാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് കുട്ടികൾക്ക് കഴുത്തിന് ഡിസ്ലൊക്കേഷൻ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പാല് കുടിക്കാനായിട്ട് കുഞ്ഞിനെ തിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ശരീരം മുഴുവനായിട്ട് ചരിച്ച് തിരിക്കുക. അല്ലാതെ തല മാത്രമായിട്ട് ചിരിക്കുകയാണെങ്കിലും ഇതുപോലെ കഴുത്തിന് പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുഞ്ഞിൻ്റെ കഴുത്തിലും അതുപോലെ കുഞ്ഞിൻ്റെ പൃഷ്ഠഭാഗത്തും 2 കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്ത് വേണം കുഞ്ഞിനെ എടുക്കാനായിട്ട്. പാല് കൊടുക്കുന്ന അവസരത്തിൽ നമ്മൾ കൈമുട്ട, അതായത് എൽബോയിൽ കുഞ്ഞിൻ്റെ തല വെച്ചതിന് ശേഷം തലയ്ക്കും കഴുത്തിന് നന്നായിട്ട് കയ്യിൽ തന്നെ സപ്പോർട്ട് ചെയ്ത് പിടിക്കുക. അതിനുശേഷം മറ്റേ കൈ കൊണ്ട് കുഞ്ഞിൻ്റെ പൃഷ്ഠഭാഗത്ത് പിടിക്കുക. എന്നിട്ട് പാല് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ആദ്യമായിട്ട് പാല് കൊടുക്കുന്ന അവസരത്തിൽ അമ്മമാർക്ക്, ഇപ്പോൾ ഫസ്റ്റ് ഡെലിവറിയൊക്കെ ആണെങ്കിൽ അമ്മമാർക്ക് മിക്ക സ്ത്രീകൾക്കും പാല് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്നൊന്നും അറിയാൻ സാധ്യതയില്ല. അതിനാൽ വീട്ടിലുള്ള മറ്റു മുതിർന്നവർ ഇത് പറഞ്ഞു കൊടുക്കുക എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഏത് ഹോസ്പിറ്റലിലാണോ അവർ പ്രസവിക്കുന്നതെന്നുള്ളത് വെച്ചാൽ അവിടുത്തെ നേഴ്സിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ഹെൽത്ത് വർക്കറുടെയോ ഒക്കെ സഹായം ചോദിച്ചിട്ട് കറക്റ്റായിട്ട് കുഞ്ഞിന് എങ്ങനെയാണ് പാല് കൊടുക്കേണ്ടതെന്ന് അറിഞ്ഞിരിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലാന്നുണ്ടെങ്കിൽ ക്രാക്ഡ് നിപ്പിൾസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതായത് മുലക്കണ്ണിൽ നല്ല വിള്ളലുണ്ടാകുന്ന അവസ്ഥയാണ്. ഇത് വരികയാണെന്നുണ്ടെങ്കിൽ അതിഭയങ്കരമായിട്ടുള്ള വേദന ഉണ്ടാകുന്നതാണ്. കുഞ്ഞിന് നന്നായിട്ട് പാല് കൊടുക്കാനും പറ്റുന്നില്ല. ആ ഒരു പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുഞ്ഞിൻ്റെ പാലുകൂടി തന്നെ നിന്ന് പോകാനുള്ള സാധ്യത വരുന്നതായിരിക്കും. അതിനാൽ കറക്റ്റായിട്ട് എങ്ങനെയാണ് പാല് കൊടുക്കേണ്ടതെന്ന് നന്നായിട്ട് വീട്ടിലുള്ളവരടുത്തോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലുള്ളവരടുത്തോ ചോദിച്ച് മനസ്സിലാക്കുക. എപ്പോഴും നിപ്പിൾ മാത്രമായിട്ട് കുഞ്ഞിൻ്റെ വായിൽ വെച്ച് കൊടുക്കാൻ പാടില്ല. ബ്ലാക്ക് പോർഷനോട് കൂടി ഫുള്ളായിട്ട് വേണം കുഞ്ഞിൻ്റെ വായിൽ വെച്ച് കൊടുക്കേണ്ടത്. ഇപ്പോൾ ആദ്യമായിട്ട് പാല് കൊടുക്കുന്ന അവസരത്തിൽ എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ മാറോട് ചേർക്കുമ്പോൾ തന്നെ കുഞ്ഞ് വാ തുറക്കുന്നതായിരിക്കും. അപ്പോൾ കുഞ്ഞിൻ്റെ വായിലോട്ട് നിപ്പിൾ വെച്ച് കൊടുക്കുക. അപ്പോൾ കുഞ്ഞിന് ആ ബ്ലാക്ക് പോർഷനോട് കൂടി തന്നെ ഫുള്ളായിട്ട് കുഞ്ഞിൻ്റെ വായിൽ വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ക്രാക്ഡ് നിപ്പിൾസ് ഉണ്ടാകുന്നതല്ല. അപ്പോൾ ക്രാക്ഡ് നിപ്പിൾസ് സപ്പോസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നല്ല വേദന ആയത് കാരണം നിപ്പിൾ ഷീൽഡ് എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങിക്കാൻ കിട്ടും. അത് വെച്ചതിന് ശേഷം മാത്രം കുഞ്ഞിന് പാല് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് പമ്പ് മേടിക്കാൻ കിട്ടും. അതുപയോഗിച്ച് പാലെടുത്തതിന് ശേഷം കുഞ്ഞിന് കോരി കൊടുക്കുകയോ അല്ലെങ്കിൽ ഗോകർണത്തിൽ കൊടുക്കുകയോ ചെയ്യുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അതിൽ പുരട്ടുവാനുള്ള മരുന്നൊക്കെ കിട്ടും. ആ മരുന്നൊക്കെ പുരട്ടി വെച്ചതിന് ശേഷം ആ കുഞ്ഞിന് പാല് കൊടുക്കുന്നതിന് മുമ്പ് കഴുകി വൃത്തിയാക്കുക. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ക്രാക്ഡ് നിപ്പിൾസിൻ്റെ പ്രശ്നവും മാറുന്നതായിരിക്കും. പിന്നീട് നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് കുഞ്ഞിന് ആവശ്യമുള്ള പാല് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. കാര്യം പാല് അളന്ന് നോക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. അതുകൊണ്ട് നമുക്ക് സംശയമാണ് കുഞ്ഞിന് ആവശ്യമുള്ള പാല് കിട്ടുക. അതെങ്ങനെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് ഒരു 6-8 തവണ ദിവസം യൂറിൻ പാസ് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്, പ്രത്യേകിച്ച് എപ്പോഴും കരഞ്ഞുകൊണ്ടൊന്നും ഇരിക്കുന്നില്ല, അതുപോലെ കുഞ്ഞിൻ്റെ വെയിറ്റ് ഗെയിനിങ്ങും നന്നായിട്ട് വരുന്നുണ്ട്. ഇവയൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം കുഞ്ഞിന് ആവശ്യത്തിനുള്ള പാല് കിട്ടുന്നു എന്നുള്ളത്. അല്ലാതെ എപ്പോഴും കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുഞ്ഞിന് ആവശ്യത്തിനുള്ള പാല് കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കണം. അതുപോലെ വെയിറ്റ് ഗെയിനിങ്ങും തീരെ വരുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മളത് നന്നായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഒരു സംശയമാണ് കുഞ്ഞിന് വെള്ളം കൊടുക്കണമെന്നുള്ളത്. കാര്യം ബ്രസ്റ്റ് മിൽക്കിൽ നന്നായിട്ട് വെള്ളം അടങ്ങിയിട്ടുണ്ട്. അതിനാൽ പിന്നെ പ്രത്യേകിച്ച് കുഞ്ഞിന് വെള്ളം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം വെള്ളം നമ്മൾ എക്സ്ട്രാ ആയിട്ട് ആദ്യം സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒത്തിരി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വെള്ളം കുടിച്ചതിന് ശേഷം പാല് ആവശ്യത്തിന് കുടിക്കാതിരിക്കുകയും കുഞ്ഞിന് അതുമൂലം ന്യൂട്രീഷൻ ഡെഫിഷ്യൻസിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. അതുപോലെ തന്നെ വയറിളക്കം പോലത്തെ രോഗങ്ങളൊക്കെ വെള്ളത്തിൽ കൂടി പകരാനുമുള്ള സാധ്യതയുണ്ട്. അതിനാൽ വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല, പാല് നന്നായിട്ട് കൊടുത്താൽ മതിയാവും. പിന്നെ ഡ്രൈ ആയിട്ട് ലിപ്സൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചുണ്ട് നനച്ചു കൊടുത്തൊക്കെ കൊണ്ടും സ്പൂണിൽ കോരിയിട്ട് കുറച്ച് വെള്ളം കൊടുക്കുന്നതിൽ തെറ്റില്ല. എന്നാലും കഴിവതും നന്നായിട്ട് പാല് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പാല് കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങളെല്ലാം അമ്മമാരും അറിഞ്ഞിരിക്കണം. കാര്യം എന്ന് പറയുമ്പോൾ പാലിനകത്ത് നന്നായിട്ട് ആൻറ്റിബോഡീസ് അടങ്ങിയിട്ടുള്ളതിനാൽ ഒരുപാട് രോഗങ്ങൾ വരുന്നതിൽ നിന്നും കുഞ്ഞിനെ അത് തടയുന്നു. അതുപോലെ അമ്മയും കുഞ്ഞും തമ്മിലുള്ളൊരു ബോണ്ടിങ് അതുവഴി മെച്ചപ്പെടുന്നു. നന്നായിട്ട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കുഞ്ഞുമായിട്ടുണ്ടാകുന്നു. നന്നായിട്ട് പാല് കുടിച്ച് വളർന്ന കുഞ്ഞുങ്ങൾക്ക് ഏത് കാലത്തായാലും അമ്മമാരോട് ഒരു പ്രത്യേക സ്നേഹം തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ അമ്മമാർക്ക് പാല് കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് കൊടുക്കുന്ന അവസരത്തിൽ ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ് ഓക്സിറ്റോക്സിൻ എന്ന് പറയുന്നത്. ഇത് നമ്മളെ യൂട്രസിനെ ഷ്രിങ്ക് ചെയ്യാനായിട്ട് നന്നായിട്ട് സഹായിക്കുന്നു. ഇപ്പം യൂട്രസ് നന്നായിട്ട് എൻലാർജ് ചെയ്തിരിക്കുമായിരിക്കും നമ്മൾ പ്രസവം കഴിഞ്ഞ അവസരത്തിൽ. അത് നന്നായിട്ട് ഷ്രിങ്ക് ചെയ്യാനും അതുപോലെ ഒരുപാട് ബ്ലീഡിങ് ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ
ബ്ലീഡിങ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനും അതുപോലെ ശരീരത്തിൽ ഒരുപാട് ഫാറ്റൊക്കെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് വെച്ചിട്ടുള്ളവരാണെങ്കിൽ അതൊക്കെ മാറി നല്ല ശരീര ഷേപ്പൊക്കെ മെച്ചപ്പെടുത്തുവാനും ഒക്കെ തന്നെ അമ്മമാർക്ക് ഗുണം കിട്ടുന്നതാണ്. അതുപോലെ നന്നായിട്ട് പാല് കൊടുത്തിട്ടുള്ള അമ്മമാർക്ക് അണ്ടാശയത്തിൽ ഉണ്ടാകുന്ന ക്യാൻസറും ബ്രസ്റ്റ് ക്യാൻസറും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനും പറ്റുന്നതാണ്. ഓവർ വെയിറ്റ് അവർ വെക്കുന്നതും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ നന്നായിട്ട് പാല് കൊടുത്തിട്ടുള്ള അമ്മമാർക്ക് കൊളസ്ട്രോളിൻ്റെ പ്രശ്നം വരെ ഉണ്ടാകുന്നത് കുറയ്ക്കുന്നു എന്നാണ് പുതിയ പഠനങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. അതിനാൽ കുഞ്ഞിന് പാല് കൊടുക്കുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ആദ്യത്തെ 6 മാസക്കാലത്ത് പാലല്ലാതെ ബ്രസ്റ്റ് മിൽക്ക് അല്ലാതെ വേറെ ഒന്നും തന്നെ കുഞ്ഞിന് കൊടുക്കേണ്ട ആവശ്യമില്ല. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ 3 മാസം കഴിയുമ്പോൾ തന്നെ കുറുക്കൊക്കെ കൊടുത്തു തുടങ്ങുമായിരുന്നു. എന്നാൽ പുതിയ WHO നിർദ്ദേശപ്രകാരം 6 മാസക്കാലത്തേക്ക് ബ്രസ്റ്റ് മിൽക്ക് അല്ലാതെ വേറെ ഒന്നും തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല. 6 മാസത്തിന് ശേഷം വേറെ എന്തെങ്കിലും കുറുക്കോ മറ്റ് ആഹാര സാധനങ്ങളോ ഒക്കെ ഒരു ഡയറ്റീഷ്യൻ്റെയോ അല്ലെങ്കിൽ ഡോക്ടറുടെയോ നിർദ്ദേശപ്രകാരം കൊടുത്തു തുടങ്ങാവുന്നതാണ്. അപ്പോൾ പിന്നെ ബ്രസ്റ്റ് ഫീഡിങ്ങിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ ഫീഡ് ചെയ്യണമെന്നുള്ളതാണ് ഒരു സംശയം എന്ന് പറയുന്നത്. രാത്രി കാലങ്ങളിലും ആദ്യത്തെ 6 മാസക്കാലത്ത് കുഞ്ഞിന് നന്നായിട്ട് പാല് കൊടുക്കേണ്ടതാണ്. അതിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് അലാറം വെച്ച് ഉണരുകയോ അല്ലെങ്കിൽ കുഞ്ഞ് കരയുമ്പോൾ ഉണരുകയോ ഒക്കെ ചെയ്തിട്ട് ഒരു നിശ്ചിത ഇടവേളകളിൽ കുഞ്ഞിന് പാല് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് പാല് കൊടുത്തതിന് ശേഷം കുഞ്ഞിനെ തോളിൽ കിടത്തിയിട്ട് നന്നായിട്ട് കുഞ്ഞിൻ്റെ പുറത്ത് തട്ടിയിട്ട് ഗ്യാസ് കളയാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ഗ്യാസ് കയറിയിട്ട് വയറുവേദനയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്നതിനും പല പൊസിഷനുകളുണ്ട്. അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ നേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ട് പഠിക്കേണ്ടതാണ്. കാര്യം പലതരത്തിലുള്ള പൊസിഷൻ പറയുന്നുണ്ട്. അവയൊക്കെ തന്നെ അറിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് പാല് കൊടുക്കാനായിട്ട് വളരെ ആയാസകരമല്ലാത്ത രീതിയിൽ തന്നെ പാല് കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ കുഞ്ഞ് ഒരുപാട് കിടന്ന് കരയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കുഞ്ഞിനെ എന്തെങ്കിലും പ്രാണികൾ പോലും കടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നം കയറിയിട്ടാണോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ കുഞ്ഞിൻ്റെ ഗ്യാസ് നമ്മൾ നന്നായിട്ട് തട്ടി കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞ് ഛർദ്ദിക്കാനും കവിട്ടാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പം കുഞ്ഞ് കവിട്ടുക എന്നുള്ളതും ആദ്യത്തെ കാലത്തൊക്കെ നടക്കുന്നൊരു കാര്യമാണ്. അതിലധികം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ കുഞ്ഞ് ഓവറായിട്ട് പാല് കുടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് കുറച്ചൊക്കെ കുഞ്ഞ് കവിട്ടി കളയാനുള്ള സാധ്യതയുണ്ട്. അതൊന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഓവറായിട്ട് കവിട്ടുകയാണ്, ഒരളവിൽ കൂടുതൽ എന്ത് കഴിച്ചാലും കവിട്ട് അതായത് ഛർദ്ദിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കേണ്ടതാണ്. അമ്മമാർ ധാരാളമായിട്ട് വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കാനും നന്നായിട്ട് വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ മിൽക്കിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയിട്ട് കുഞ്ഞിന് മലബന്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അമ്മ എന്ത് ഫുഡാണോ കഴിക്കുന്നത് ആ ഫുഡിൻ്റെ ഗുണങ്ങളെല്ലാം തന്നെ കുഞ്ഞിന് പാല് വഴി കിട്ടുന്നതായിരിക്കും. അതിനാൽ നല്ല പോഷക സമ്പൂരിതമായിട്ടുള്ളൊരു ബാലൻസ് ഡയറ്റ് തന്നെ അമ്മമാർ ആ സമയത്ത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേക പയറുവർഗ്ഗങ്ങളും മുളപ്പിച്ച പയറും കടലയും പാലും പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും എല്ലാം തന്നെ കഴിക്കാനായിട്ടും നട്ട്സും ഒക്കെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പാല് നന്നായിട്ട് ഉണ്ടാവാനായിട്ട് ദിവസം ഒരു 2 ഗ്ലാസ് പാലെങ്കിലും കഴിച്ചിരിക്കണം. അതുപോലെ തന്നെ ഓട്സ് കഴിക്കുന്നത് പാലുണ്ടാവാൻ നല്ലതാണ്. അതുപോലെ ജീരകവും ഒക്കെ ചേർത്തിട്ടുള്ള ആഹാരമൊക്കെ കഴിക്കുന്നതും ഒക്കെ തന്നെ പാലുണ്ടാവാൻ നല്ലതാണ്. പിന്നെ പച്ചിലക്കറികളിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ മുരിങ്ങയിലൊക്കെ ഇട്ടിട്ടുള്ള കഞ്ഞി നല്ല തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് കഴിക്കുകയാണെങ്കിൽ ഉലുവയൊക്കെ കഴിച്ചാലും ഒക്കെ ബ്രസ്റ്റ് മിൽക്ക് നന്നായിട്ട് ഉണ്ടാകുന്നതായിരിക്കും. പിന്നെ ആയുർവേദ മരുന്നുകളൊക്കെ നല്ലപോലെ ലഭ്യമാണ് പാല് കൂടുതലായിട്ട് ഉണ്ടാവാൻ. അതൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചോദിച്ച് കഴിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ശതാവരി അടങ്ങിയിട്ടുള്ള മരുന്നുകളാണ് പാല് കൂടുതലായിട്ട് ഉണ്ടാവാൻ നല്ലത്. അതുപോലെ വിതാര്യാദി ഗണം അടങ്ങിയിട്ടുള്ള മരുന്നുകളും വിതാര്യാദി ഗണം അടങ്ങിയിട്ടുള്ള കഷായവും ഒക്കെ തന്നെ പാലുണ്ടാവാൻ നല്ലതാണ്. അപ്പോൾ നമ്മൾ പറയേണ്ടതെന്ന് വെച്ചാൽ ശതാവരി തന്നെ നമുക്ക് വീട്ടിൽ മേടിച്ചുകൊണ്ട് വന്ന് ചതച്ചിട്ടിട്ട് അത് വെച്ചിട്ട് പാൽ കഷായം ഉണ്ടാക്കി കഴിക്കുക. അതായത് ഇപ്പം 1, 2, 3 പീസ് ശതാവരി എടുത്തിട്ട് ചതച്ചിട്ട് പാലിലിട്ട് ഒരു 1/2 ഗ്ലാസ് പാലും ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചിട്ട് 1/2 ഗ്ലാസ്സായിട്ട് വറ്റിക്കുക. എന്നിട്ട് അതൊരു ദിവസം 2 നേരം ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുന്നതൊക്കെ പാലുണ്ടാവാൻ നല്ലതായിരിക്കും. അതുപോലെ ആദ്യകാലത്ത് അമ്മമാർ കഴിക്കുന്ന ആയുർവേദ മരുന്നുകൾ ദശമൂല അരിഷ്ടവും ജീരക അരിഷ്ടവും ഒക്കെ കഴിക്കുന്നത് കുഞ്ഞിനും നല്ലതാണ്. അതുമൊക്കെ പാലുണ്ടാവാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു മരുന്നാണ്. അതുപോലെ അമ്മമാർ ആദ്യം കഴിക്കുന്ന ഒരു മരുന്നാണ് കുറിഞ്ഞിക്കുഴമ്പെന്ന് പറഞ്ഞിട്ടൊരു മരുന്ന്. ആ മരുന്ന് കഴിക്കുമ്പോഴും ഇതുപോലെ പാല് വഴി കുഞ്ഞിന് ഗുണം കിട്ടിയിട്ട് കുഞ്ഞിൻ്റെ ഡൈജസ്റ്റീവ് പ്രശ്നങ്ങളൊക്കെ മാറുന്നതായിരിക്കും. ഒരുപാട് ഗ്യാസ് കയറുന്ന പ്രശ്നം അതുപോലെ മിൽക്കൊക്കെ നന്നായിട്ട് ഉണ്ടാവുന്നതായിരിക്കും. അതുപോലെ സന്തോഷമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഒരുപാട് സ്ട്രെസ്സും ഒരുപാട് എന്തെങ്കിലും പേടിയൊക്കെ ഉള്ള അമ്മമാർക്കാണെന്നുണ്ടെങ്കിൽ മിൽക്കിൻ്റെ സപ്ലൈ നന്നായിട്ട് കുറയുന്നതായിരിക്കും. അതുപോലെ അമ്മമാർക്ക് എന്തെങ്കിലും പകർച്ചരോഗികൾ പ്രത്യേകിച്ചാണെങ്കിൽ ചിക്കൻ പോക്സ് അങ്ങനത്തെ എന്തെങ്കിലും പകരുന്ന രോഗങ്ങൾ വെച്ച് വേറെ ഇപ്പോൾ പനിയോ അങ്ങനത്തെ എന്തെങ്കിലും രോഗമൊക്കെ ആണെങ്കിലും കുഞ്ഞിന് പാല് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് പാല് കൊടുക്കുന്ന സമയത്ത് ഒരു ടവലോ വല്ലതും വെച്ച് മുഖം നന്നായിട്ട് കവർ ചെയ്യുക. എന്നിട്ട് കുഞ്ഞിന് പാല് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കുഞ്ഞിനും അതിൻ്റെ ഒരു അമ്മയുടെ ശരീരത്തിലുണ്ടാകുന്ന ഒരു ആൻറ്റിബോഡി പാല് വഴി കുഞ്ഞിനും കിട്ടുന്നതായിരിക്കും.
അപ്പം സന്തോഷകരമായിട്ടിരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. വീട്ടിലെ മറ്റെല്ലാവരും തന്നെ ആ സമയത്ത് പാല് കൊടുക്കുന്ന അമ്മമാർക്ക് സപ്പോർട്ട് കൊടുക്കണം. പിന്നെ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്നുണ്ട് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചീപ്പാണ്. നമുക്ക് ഒരുപാട് വില കൂടിയ ടിൻ ഫുഡ്സ് ഒന്നും മേടിക്കേണ്ടി വരുന്നില്ല. പുറത്ത് പോകുമ്പം തന്നെ ആയാലും നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും ഒക്കെ എളുപ്പമാണ്. സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അതുകൊണ്ടൊക്കെ തന്നെ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ മഹത്തരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് നന്നായിട്ട് കൂടുന്നു. അതുപോലെ ഇപ്പം ജോലിക്കൊക്കെ പോകുന്ന അമ്മമാരാണ് ഇപ്പോൾ ഒരു 3 മാസത്തിന് ശേഷം ജോലിക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അവരൊരു ബ്രസ്റ്റ് പമ്പ് ഉപയോഗിച്ചിട്ട് മിൽക്ക് കളക്ട് ചെയ്ത് ഒരു ബോട്ടിലിൽ വെച്ചിട്ട് പോകാവുന്നതാണ്. മറ്റുള്ളവർക്ക് അത് കൊടുക്കാൻ പറ്റുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചതിന് സൂക്ഷിച്ചിട്ട് അത് വെളിയിൽ വെച്ച് തണുപ്പ് മാറ്റിയിട്ട് അങ്ങനെയും കൊടുക്കാവുന്നതാണ്. കഴിവതും ഒരു അമ്മമാർ ഒരു 6 മാസമെങ്കിലും ലീവ് എടുത്തതെന്ന് കുഞ്ഞുങ്ങൾക്ക് പാല് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള പാല് കുടിച്ചിട്ട് വളരുന്ന കുട്ടികൾക്ക് ഒരു അമിതവണ്ണമൊന്നും തന്നെ ഭാവിയിൽ ഉണ്ടാകുന്നില്ല. അതുപോലെ ഓവർ വെയ്റ്റും ഡയബറ്റീസിൻ്റെ ടെൻഡൻസിയും ഒക്കെ തന്നെ പാല് കുടിച്ച് വളരുന്ന കുട്ടികൾക്ക് കുറഞ്ഞിട്ടാണ് കാണുന്നത്. അതിനാൽ കഴിവതും ഒരു 4 മാസമെങ്കിലും എല്ലാവരും ലീവ് എടുത്ത് നിന്ന് കുഞ്ഞുങ്ങൾ നോക്കുക. കഴിവതും 6 മാസം പറ്റിയാൽ വളരെ നല്ലതാണ്. 6 മാസം പാല് മാത്രം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലാത്തവർ പിഴിഞ്ഞു വെച്ചൊക്കെ കൊടുക്കുക. പിന്നെ എന്തെങ്കിലും ആമാശയ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവയൊക്കെ തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കുഞ്ഞുങ്ങൾക്ക് മാറ്റിയതിന് ശേഷം നല്ലൊരു ബ്രസ്റ്റ് ഫീഡിങ് നടത്തുകയും സന്തോഷകരമായിട്ടിരിക്കുകയും ചെയ്യുക.